വിലങ്ങറക്കാവടിയാട്ടവും ദേവരഥോത്സവവും 2024 ജനുവരി 26 നടത്തപ്പെടുകയാണ്. ഭക്തിനിർഭരമായ ഐശ്വര്യപ്രദായകമായ വിലങ്ങറക്കാവടിയാട്ടത്തിനും ദേവരഥോത്സവത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് ഭക്തിനിർഭരമായ ഐശ്വര്യപ്രദായകമായ ഘോഷയാത്രയാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച് വിലങ്ങറ കാവടിയാട്ടം കേരളത്തിലെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ കാവടിയാട്ടമാണ് വിലങ്ങറ തൈപ്പൂയ ദിവസം നടക്കുന്നത്. അതിൻ്റെ ഈ വർഷത്തെ ഒരു വ്യത്യസ്തമായ ഒരാചാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് തെക്കൻ തിരുവിതാംകൂറിലെ പഴനി എന്നറിയപ്പെടുമ്പോൾ പഴനിക്ക് സമാനമായ ചില ആചാരങ്ങൾ വന്നു ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് വിലങ്ങറ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2021 കോവിഡ് കാലഘട്ടം ആയപ്പോഴേക്കുണ്ടായ ഭക്തജനങ്ങളുടെ പഴനിയിൽ യാത്രയ്ക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് തലമുണ്ടന വഴിപാട് എന്ന ഒരു വലിയ ഒരു വഴിപാട് അവിടെ നടത്തപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അത് ഇന്ന് വളരെ ഏറെ പുരോഗമിച്ചു വരുന്നു. അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പ്രചാരം സംസ്ഥാനത്തുടനീളം എത്തി. മാത്രമല്ല സംസ്ഥാനത്തിന് വെളിയിൽ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും തലമുണ്ടന വഴിപാടിന് വേണ്ടി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന സ്ഥിതിവിശേഷം ഇന്നവിടെയുണ്ട്. അത് ഒരുപക്ഷെ പഴനിയിൽ മാത്രം നടന്നു വന്ന ഒരു വലിയ ആചാരമായിരുന്നു. അതിന്ന് കേരളത്തിൽ ഇവിടെ മാത്രമായി ഇവിടെ തുടക്കം കുറിച്ചു. മറ്റ് പല ക്ഷേത്രങ്ങൾ അതിനുവേണ്ടി ആലോചിച്ചപ്പോഴും അത് നടക്കാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമെന്ന നിലയിൽ ഒരു തേര് എന്ന അർത്ഥത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരു മുരുകക്ഷേത്രത്തിലില്ലാത്ത ഒരു തേരിൻ്റെ, അതായത് ഒരു രഥം, ദേവരഥം പോലെ വിലങ്ങറ ക്ഷേത്രത്തിലും അതിൻ്റെ നിർമ്മാണം ഈ വർഷം പൂർത്തിയായി. അതുകൊണ്ട് 25 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ഭക്തൻ വഴിപാടായി സമർപ്പിക്കുന്ന ഒരു രഥം ഈ വർഷത്തെ വിലങ്ങറ കാവടിയാട്ടത്തിന് ഏറെ മോടി പിടിപ്പിക്കുന്ന ഒന്നായിട്ട് കാണുന്നു.
അതിൽ സ്ഥാപിക്കുന്നതിനുള്ള പഞ്ചലോക വിഗ്രഹം ഇന്ന് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ മറ്റൊരു രഥത്തിൽ ക്രമീകരിച്ച് അത് ഈ കൊല്ലം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെത്തി എല്ലാ വർഷവും നടത്തുന്ന വിളംബര ജാഥയ്ക്ക് സമാനമായി അവിടെ ഒരു വേല് പൂജിച്ച് ഏറ്റുവാങ്ങി അത് വൈകുന്നേരം ആകുമ്പോൾ വിലങ്ങറ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേർന്ന് കർപ്പൂര ദീപക്കാഴ്ചയോടുകൂടി ഇന്നത്തെ പരിപാടി പര്യവസാനിക്കും. നാളെ ഈ പുതിയതായി നിർമ്മിച്ച 25 ലക്ഷം രൂപ മുടക്കി വിലങ്ങറ ക്ഷേത്ര ഭരണസമിതിയിൽ തന്നെ പെട്ട ഒരു വ്യക്തി ശ്രീ സുനിൽ എൻ പിള്ള എന്ന് പറയുന്ന വ്യക്തി സമർപ്പിക്കുന്ന നാളെ അത് സമർപ്പിക്കപ്പെടുകയാണ്. അത് തിരുവിതാംകൂർ യുവരാജാവ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ് ആ രഥം നാളെ ക്ഷേത്ര സങ്കേതത്തിൽ സമർപ്പിക്കപ്പെടുന്നത്. ജാതവേദൻ നമ്പൂതിരി, നമ്മുടെ വിലങ്ങറ ക്ഷേത്രത്തിൻ്റെ തന്ത്രി, തൃശ്ശൂർ ചെറുമുക്കുമന ജാതവേദൻ നമ്പൂതിരി, അദ്ദേഹമാണ് അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതോടുകൂടി ഉള്ള ഒരു സമർപ്പണ സദസ്സ് NSSൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ജി തങ്കോപിള്ള സാറാണ് അതിൻ്റെ ഉദ്ഘാടകൻ. അതിനുശേഷം കാവടി പൂജയും അതോടൊപ്പം തന്നെ അന്നദാനവും മറ്റ് നിരവധി ചടങ്ങുകളോടുകൂടിയാണ് നാളെ ഇത് പര്യവസാനിക്കുകയും 26-ാം തീയതി രാവിലെ തൈപ്പൂയ ദിവസം 4 മണി മുതൽ വിവിധങ്ങളായ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടക്കും. ഏതാണ്ട് 12 മണി വരെ ഈ അഭിഷേകങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഏതാണ്ട് 40ഓളം ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന കാവടി ഘോഷയാത്ര വിലങ്ങറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴൂട്ട് ക്ഷേത്രമായ ഇണ്ടളപ്പസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അവിടുന്ന് സ്വർണ്ണക്കാവടിയും ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന സ്വർണ്ണക്കാവടിയും അതോടൊപ്പം തന്നെ പഞ്ചലോഹ കാവടിയും ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് അതിനെ അനുഗമിച്ചുകൊണ്ട് ഈ കാവടി ഘോഷയാത്രയും പടിഞ്ഞാറെ, അതായത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉച്ചയോടുകൂടി എത്തിച്ചേരുകയും അവിടെ വെച്ച് ആ ഘോഷയാത്ര അകത്ത് കടക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഈ പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന രഥം ഏതാണ്ട് 150ഓളം പ്രധാനധാരികളായ ഭക്തജനങ്ങൾ ആ രഥം ഉരുട്ടുന്ന 3 വലം വെച്ച് പ്രദക്ഷിണം ചെയ്ത് അകത്ത് കളഭം ആടിക്കൊണ്ട് ആ ഉച്ചവരെയുള്ള വിലങ്ങറ കാവടിയാട്ടത്തിൻ്റെ ആചാര വിധിപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും പര്യവസാനിക്കും. വൈകിട്ട് 6 മണി കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന പുഷ്പാഭിഷേകം. അതിനുശേഷം ഈ ഇണ്ടളയപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കാവടിയേന്തി ഭസ്മക്കാവടിയുമായി എത്തി ഭസ്മാഭിഷേകത്തോടുകൂടി അത് വിലങ്ങറ ക്ഷേത്രത്തിൽ എത്തിച്ചാണ് ആ ഭസ്മാഭിഷേകത്തോടുകൂടി ഈ വിലങ്ങറ കാവടിയാട്ടം ഈ വർഷത്തെ പര്യവസാനിക്കും. അതാണ് എൻ്റെ യഥാർത്ഥ ആചാര അനുഷ്ഠാനങ്ങൾ പെടുന്നതാണ്. പക്ഷേ ഇത്രയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി വളരെ പരിശുദ്ധമായും പവിത്രതയോടെ വിധിപ്രകാരം നടത്തുന്ന ഒരു ഏക ക്ഷേത്രം ഇന്ന് തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടെങ്കിൽ അത് വിലങ്ങറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും. അതുകൊണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽപ്പെട്ട വിവിധങ്ങളായ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നതിന് കൊല്ലം ജില്ലയിലെ എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളിലും പ്രത്യേകം സർവീസുകൾ ഏർപ്പെടുത്തുന്നതിന് ബഹുമാന്യനായ മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവർ വളരെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ബസ് സ്റ്റാൻഡിലും വിലങ്ങറ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാതെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ അവരെ വിലങ്ങറ ക്ഷേത്രത്തിൽ എത്തിക്കുക എന്ന ആ ഉത്തരവാദിത്വം KSRTC ഏറ്റെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ സംരക്ഷണവും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ വിവിധങ്ങളായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വിലങ്ങറ ക്ഷേത്രത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്. വളരെ അച്ചടക്കം പാലിച്ചുകൊണ്ട് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും നടത്തി വരുന്ന ഒരു മഹാക്ഷേത്രമാണ് വിലങ്ങറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രത്യേകത എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അഗ്നിക്കാവടി ഈ കഴിഞ്ഞ കാലഘട്ടം വരെ വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ വളരെ ഗംഭീരമായി നടത്തി വന്നു. ഈ വർഷം കാലത്തിൻ്റെ ഒരു മാറ്റം ഉൾക്കൊള്ളേണ്ടത് ഒരു അനിവാര്യമാണ് എന്ന ഒരു പൊതുജന അഭിപ്രായം മാനിച്ചുകൊണ്ട് അത് തൽക്കാലത്തേക്ക് ഒഴിവാക്കുന്നതിന് ക്ഷേത്ര പൊതുയോഗം തീരുമാനിക്കുകയും എല്ലാവരുടെയും ഏകകണ്ഠമായ ഒരു അഭിപ്രായത്തെ തുടർന്നാണ് അത് തൽക്കാലം ഒഴിവാക്കിയത്. അത് കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റം അനിവാര്യമാണ് എന്ന ഒരു വലിയ ആശയം നമ്മുടെ എല്ലാ ഭക്തജനങ്ങളിലും എത്തിച്ചേർന്നപ്പോഴാണ് അതൊന്ന് മാറ്റിവെക്കാനായിട്ട് തീരുമാനമെടുത്തത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ മറ്റ് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ആ മഹത് കർമ്മങ്ങൾ ചെയ്തതിൽ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്കിൽ പോലും അത് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ പുതിയ ആചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ വിശ്വാസങ്ങളിലേക്ക് നമ്മൾ ക്ഷേത്രത്തെ എത്തിക്കുക
അത് ഒരുപക്ഷെ പഴനി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് തുല്യമായ ഒരു തലങ്ങളിലേക്ക് ഈ ക്ഷേത്രം എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ നടന്ന കാവടി ചമയത്തിൻ്റെ ഉദ്ഘാടനം ശബരിമല തന്ത്രി കണ്ഠര് രാജീവർ അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത്. അപ്പം ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരുമായ ആളുകൾ ക്ഷേത്ര സങ്കേതത്തിലെത്തി ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവുമായി അലിഞ്ഞു ചേരുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ 14-ാം തീയതി നടത്തിയ വിലങ്ങറ ഹിന്ദുമത സമ്മേളനം 15ാമത് വിലങ്ങറ ഹിന്ദുമത സമ്മേളനത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരായ പ്രഭാഷകരാണ് എത്തി പ്രഭാഷണം നടത്തുകയും അവരുടെയൊക്കെ ഒരു വലിയ പ്രശംസ പിടിച്ചു പറ്റുന്നതിനും ആ ക്ഷേത്ര സങ്കേതത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് എന്നുകൂടി ഈ അവസരത്തെ അറിയിക്കുകയാണ്. സമർപ്പിക്കുന്ന ദേവരഥത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പഞ്ചലോക വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഗ്രാമപ്രദക്ഷിണ വിളംബര വേൽഘോഷയാത്ര നീലേശ്വരം ശ്രീ നീലകണ്ഠേശ്വരന്റെയും ശ്രീ ധർമ്മശാസ്താവിന്റെയും പവിത്ര ഭൂമിയിലേക്ക് ഈ രാജവീതിയെ ഭക്തി നിർവൃതിയിൽ ആറാടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഹരഹരോ ഹരഹര വഹിച്ചുകൊണ്ടുള്ള ഗ്രാമപ്രദക്ഷിണ വിളംബര ഘോഷയാത്ര ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന നീലേശ്വരം ശ്രീ നീലകണ്ഠേശ്വരന്റെയും ശ്രീ ധർമ്മശാസ്താവിന്റെയും പവിത്ര ഭൂമിയിലേക്ക് ഈ രാജവീതിയെ ഭക്തി നിർവൃതിയിൽ ആറാടിച്ചുകൊണ്ട് ഈ ഗ്രാമവീതിയെ സുബ്രഹ്മണ്യ ചൈതന്യത്തിൽ ആറാടിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു